ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രമീള പറഞ്ഞിട്ട് വിപിനാണെങ്കിൽ ജയബാലനെ വിളിക്കണം കേട്ടോ. അപ്പോൾ ജയബാലനാണെങ്കിൽ മൊബൈൽ എടുത്തിട്ട് ചോദിക്കണം, എടാ ഞാൻ അങ്ങോട്ടേക്കാണ് വന്നുകൊണ്ടിരിക്കണം, നീ എന്തിനാ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ വിപിൻ പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛ അത് അരവിന്ദൻ അങ്കിള് മരിച്ചു അച്ഛാ, ഇന്നലെ രാത്രി കാർഡിയാക്ക് അറസ്റ്റ് ആയിരുന്നു എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ജയബാലനാണെങ്കിൽ ഷോക്കായി പോകുന്നുണ്ട്. അങ്ങനെ ജയബാലനാണെങ്കിൽ ഡ്രൈവറോട് പറയണം കേട്ടോ, വേഗം കാർ എടുത്തിട്ട് വേഗം പോവാന്ന് പറയണം. ഇതേ സമയത്ത് ഇവിടെ സ്നേഹതീരം കാണിക്കുകയാണ്. ഇവിടെ എല്ലാവരും അരവിന്ദൻ്റെ ചുറ്റിലും ഇരുന്ന് കരയാണ് കേട്ടോ. മുത്തശ്ശിയാണെങ്കിൽ നെഞ്ചത്തടിച്ച് കരയാണ്. എൻ്റെ ദൈവമേ, എനിക്ക് ഈ പ്രായത്തിൽ ഇതൊക്കെ കാണേണ്ടി വന്നല്ലോ ഭഗവാനെ, എന്നെ എന്തിനാ ഇനിയും ജീവനോടെ വച്ചേക്കുന്നത് ഈശ്വര, എൻ്റെ ജീവനും കൂടി എടുത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗംഗയാണെങ്കിൽ യമുനയുടെ അടുത്തിരുന്നിട്ട് കരയുവാണ്, അച്ഛ എന്നാലും ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോയല്ലോ അച്ഛ. നിളമോളോട് അവൾ പറയുന്നുണ്ട് കേട്ടോ, നീ എന്നും അച്ഛൻ്റെ അടുത്തല്ലേ കിടക്കുന്നെന്ന് പറയുന്നത്, ഇന്നലെ നീ പോയില്ലല്ലോടി അച്ഛൻ്റെ അടുത്തേക്ക്, ആരും ഇല്ലായിരുന്നല്ലോ അച്ഛൻ്റെ അടുത്ത്, അച്ഛന് നെഞ്ചുവേദന വന്നപ്പോൾ നമ്മളെയൊക്കെ വിളിച്ചിട്ടുണ്ടാവില്ലേ, ആരും അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഗംഗ കരയാണ് കേട്ടോ. എന്നാൽ ഇതേ സമയത്ത് ശാരദയാണെങ്കിൽ ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അരവിന്ദനെ തന്നെ നോക്കിയിരിക്കണേ. അപ്പോഴേക്ക് ജയബാലനാണെങ്കിൽ ബൊക്കെയൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. വരുമ്പോൾ തന്നെ വിപിനാണെങ്കിൽ ഓടി ജയബാലൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വിപിനെയും കൂട്ടിയിട്ട് ജയബാലനാണെങ്കിൽ അകത്തേക്ക് കയറുകയാണ്. കയറുമ്പോഴാണെങ്കിൽ എല്ലാവരും കൂട്ടം കൂടി നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് ജയബാലന് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ജയബാലൻ അകത്ത് കയറിയിട്ട് നോക്കുമ്പോൾ വെള്ള പൊതിപ്പിച്ച് കടത്തിയേക്കുന്ന അരവിന്ദനെയാവും കാണുമ്പോൾ തന്നെ അരവിന്ദാന്ന് പറഞ്ഞിട്ട് നെഞ്ചത്ത് കൈവച്ച് ജയബാലൻ മുട്ടുകുത്തി വീഴുകയാണ് കേട്ടോ. അതേ സമയത്ത് ശാരദയാണെങ്കിൽ ജയബാലനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ജയബാലേട്ടാ എൻ്റെ അരവിന്ദേട്ടൻ കിടക്കണമുണ്ടോ, ആരോടും ഒന്നും പറയാണ്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജയബാലനോട് ശാരദയാണെങ്കിൽ സങ്കടം പറഞ്ഞ് കരയാണ് കേട്ടോ. അതുപോലെ തന്നെ മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ ജയബാലനോട്, എടാ ജയബാല നീ കണ്ടില്ലേടാ അരവിന്ദൻ പോയടാ, നമ്മളെയൊക്കെ വിട്ടിട്ട് അവൻ പോയി. എന്നിട്ട് അരവിന്ദനെ നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, എടാ അരവിന്ദ എനിക്ക് നിൻ്റെ കൂട്ടുകാരൻ വന്നേക്കുന്നേടാ, ജയബാലൻ വന്നേക്കുന്നടാ, നീ അവനോടെങ്കിലും ഒന്ന് എന്തെങ്കിലും സംസാരിക്കടാ അരവിന്ദ, ഒന്ന് എണീക്കടാന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ഡ്രൈവറും വിപിനും കൂടിയിട്ട് ജയബാലനെ പിടിച്ച് എണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ജയബാലനാണെങ്കിൽ അരവിന്ദൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് അരവിന്ദനെ കെട്ടിപ്പിടിച്ച് കരയാണ്, എടാ എൻ്റെ പാതി ബലം തന്നെ നീയായിരുന്നു, ഇപ്പോൾ നീ ഒരു വാക്ക് പോലും മിണ്ടാതെ പോയല്ലേടാ, എന്തിനായിരുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് അരവിന്ദനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് വിനീതും ആകെ വിഷമിച്ച് നിൽക്കണം കേട്ടോ. അങ്ങനെ വിനീതാണെങ്കിൽ പെട്ടെന്ന് ഗംഗയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഗംഗയാണെങ്കിൽ ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ. കരഞ്ഞതിന് ശേഷം പെട്ടെന്ന് കണ്ണീരൊക്കെ തുടച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് അകത്തേക്ക് പോവുകയാണേ. അങ്ങനെ ഗംഗ അകത്തേക്ക് പോകുന്ന കണ്ടിട്ട് കാവേരിയും പെട്ടെന്ന് എണീറ്റ് അകത്തേക്ക് പോവുകയാണ് കേട്ടോ. എന്നാൽ വിനീതാണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിച്ച് നിൽപ്പുണ്ട്. അങ്ങനെ വിനീതാണെങ്കിൽ നിവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, എടാ ഞാനൊന്ന് വീട് വരെ പോവുകയാണ്, അമ്മയെ വിവരം അറിയിക്കണം എന്ന് പറയണം കേട്ടോ. അപ്പോൾ നിവിൻ പറയാണ്, നീ പോയിട്ട് വാ, ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വിനീത് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ഗംഗയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് അവൾ അവിടുത്തെ കണ്ണാടി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് കണ്ണാടി നോക്കിയ ശേഷം അവൾ ആ മേശപ്പുറത്ത് വെച്ചേക്കുന്ന അവളുടെ സ്വർണ്ണമൊക്കെ നോക്കുകയാണ്. അങ്ങനെ എന്നിട്ട് അവൾ ആ നെറ്റിച്ചുട്ടി എടുത്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അവൾ അരവിന്ദൻ പറഞ്ഞതൊക്കെ ഓർത്ത് നോക്കുകയാണ്. അരവിന്ദൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, എൻ്റെ മോൾ എന്തിനാണ് വല്ലവരും ഉപയോഗിച്ച് തരുന്നത്, പുതിയ തന്നെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, അതെല്ലാം ഓർത്തിട്ട് അവൾ നെറ്റിച്ചുട്ടിയും കയ്യിൽ വെച്ച് കരയാണ്. എന്നിട്ട് അവളാണെങ്കിൽ ദേഷ്യം വന്ന് അതെല്ലാം വലിച്ചെറിയാണ് കേട്ടോ. എന്നിട്ട് അവളാണെങ്കിൽ കയ്യിൽ കിടക്കുന്ന വളയെല്ലാം ഊരി നിലത്തേക്ക് എറിയാണ്. എന്നിട്ട് ആ നിലത്തിരുന്നിട്ട് അവൾ കരയുന്നുണ്ട് കേട്ടോ. ഗംഗയാണെങ്കിൽ അരവിന്ദനെക്കുറിച്ച് പഴയതെല്ലാം ഓർക്കണം. അരവിന്ദൻ ഓരോ പ്രാവശ്യവും വരുമ്പോൾ ഗംഗയെ സ്നേഹിച്ചതും അവൾക്ക് ഭക്ഷണം വാരി കൊടുത്തതും എല്ലാം ഓർത്തോർത്ത് കരയാണ്. ഇതെല്ലാം വിനീതാണെങ്കിൽ പുറത്തു നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗംഗയുടെ ഈ അവസ്ഥ കണ്ടിട്ട് വിനീതിന് നല്ല സങ്കടമാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് കാവേരി അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. കാവേരി വന്നിട്ട് ഗംഗേനെ പിടിച്ച് എണീപ്പിക്കണേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഇതൊക്കെ, ചേച്ചി എന്തിനാ ഇതൊക്കെ നിലത്തേക്ക് വലിച്ചു വാരി ഇട്ടേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗ പറയാണ്, കാവേരി എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ അച്ഛനെ മാത്രം മതി, എനിക്ക് എൻ്റെ അച്ഛനെ തിരിച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കാവേരിയുടെ കൈ പിടിച്ച് കരയാണ് കേട്ടോ. കാവേരിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗ പറയാണ്, എടി ഞാൻ കാരണം എൻ്റെ അച്ഛൻ മരിച്ചത്, ഞാൻ എൻ്റെ അച്ഛനെ കൊന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ലേ, എൻ്റെ കല്യാണത്തിന് പണം ഉണ്ടാക്കാനും ഈ സ്വർണ്ണം ഉണ്ടാക്കാനും വേണ്ടിയിട്ടല്ലേ അച്ഛൻ ഇത്രയേറെ കഷ്ടപ്പെട്ടത്, ആ ടെൻഷനിലല്ലേ അച്ഛൻ നെഞ്ചുവേദന വന്ന് മരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കാവേരിയുടെ മടി കിടന്ന് കരയാണ് കേട്ടോ. അപ്പോൾ കാവേരിക്കാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട്. കാവേരി പറയണ, എന്താ ചേച്ചി എന്ത് ഭ്രാന്ത ഈ പറയുന്നത്, അങ്ങനെയൊന്നും അല്ല,
ചേച്ചിയുടെ നിശ്ചയം നടത്തണമെന്നും ചേച്ചിയുടെ കല്യാണം നടത്തണമെന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അച്ഛനല്ലേ. ഇന്ന് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ചേച്ചി സ്വർണ്ണമൊക്കെ ഇടിയിച്ച് കണ്ട് സന്തോഷിക്കേണ്ടത് അച്ഛനായിരുന്നു. നമുക്ക് ഇത്രേ വിധിച്ചിട്ടുള്ളൂ ചേച്ചി, നമുക്ക് അച്ഛൻ എന്ന ഭാഗ്യം ഇത്രേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി സമാധാനിക്കുക എന്ന് പറഞ്ഞിട്ട് ഗംഗയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കണം കേട്ടോ. പക്ഷേ ഗംഗയാണെങ്കിൽ കാവേരിയെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയാണ്. ഇവിടെ വിനീതിൻ്റെ വീട്ടിലാണെങ്കിൽ സുജാതയും മീരയും കൂടിയിട്ട് കാര്യങ്ങളൊന്നും അറിയാതെ വിനീതിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ചെക്കൻ എത്ര പറഞ്ഞിട്ടും നാണം ഇല്ലാണ്ട് വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് പോയില്ല അമ്മേ, എനിക്കും എൻ്റെ മോൾക്കോ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവനെ കിട്ടില്ല. ഗംഗ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ വീണ്ടും അങ്ങോട്ടേക്ക് പോയേക്കുക നിശ്ചയം കൂടാനായിട്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും വിനീത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ വിനീതിനെ കാണുമ്പോൾ മീരയും സുജാതയും കൂടിയിട്ട് ദേഷ്യത്തോടെ വിനീതിനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇനി വിനീതാണെങ്കിൽ അടുത്തേക്ക് വന്നിട്ട് കാര്യം പറയണം. അമ്മേ, ആ അമ്മാവനെന്ന് പറയുമ്പോൾ സുജാതയാണെങ്കിൽ ചോദിക്കുകയാണ്, എന്താ അമ്മാവന്? ആ അമ്മാവനുമായിട്ട് ഇനിയൊരു ബന്ധം വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് സുജാതയാണെങ്കിൽ കയ്യിലിരുന്ന കമ്പെടുത്തിട്ട് വിനീതിനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് കേട്ടോ. മീര തടയാൻ ശ്രമിക്കുമ്പോഴും സുജാതയാണെങ്കിൽ ദേഷ്യം തീരെ അടയ്ക്കുകയാണ്. വിനീതാണെങ്കിൽ ഒന്നും പറയേണ്ടതെല്ലാം കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് സുജാത പറയാണ്, എടാ കൈ കമ്പ് ഒടിച്ചിട്ടേക്കുന്നത് പോലെ അരവിന്ദേട്ടനുമായിട്ടുള്ള ബന്ധമെല്ലാം ഞാൻ അവസാനിപ്പിച്ചതാണ്, പിന്നെ നീ മാത്രം എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? ഇനി അരവിന്ദനുമായിട്ട് ഒരു ബന്ധവും ഇല്ല ആർക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിനീതാണെങ്കിൽ ദേഷ്യത്തിൽ പറയാണ്, അതേ അമ്മ, ഇനി ആർക്കും ബന്ധം വേണ്ട, ഇനി ബന്ധം കൂടണമെന്ന് കരുതിയാലും പറ്റില്ല. അമ്മാവൻ മരിച്ചമ്മേ, ഇന്നലെ രാത്രി നെഞ്ചുവേദന വന്നിട്ട് അമ്മാവൻ മരിച്ചു എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ സുജാത ആകെ ഷോക്കായി പോവുകയാണ്. എന്താടാ ഇനി എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ വിനീത് പറയാണ്, അമ്മ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന അമ്മാവന് നെഞ്ചുവേദന വന്ന് മരിച്ചു എന്ന് പറയണം കേട്ടോ. അപ്പോഴത്തേക്ക് സുജാതയാണെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ് കേട്ടോ അരവിന്ദനെ കാണാനായിട്ട്. പിന്നാലെ തന്നെ മീരയും വിനീതും ഓടുന്നുണ്ട്. ഇവിടെ സ്നേഹതീരത്താണെങ്കിൽ ജയബാലൻ പുറത്തു നിന്ന് വിപിനോടും നിവിനോടും സങ്കടം പറയണം കേട്ടോ. അരവിന്ദൻ പോയതിൻ്റെ സങ്കടം പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം മാറി നിന്ന് കാണുന്ന ഡ്രൈവർക്കാണെങ്കിൽ ജയബാലനോട് നല്ല ദേഷ്യവും അതുപോലെ തന്നെ അരവിന്ദനെ ഓർത്തിട്ട് സങ്കടവും തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടേക്ക് സുജാതയും മീരയും ഒക്കെ ഓടി വരികയാണ് കേട്ടോ. സുജാതയാണെങ്കിൽ എല്ലാം കണ്ടിട്ട് ഇങ്ങനെ ടെൻഷനടിച്ച് ഓടി വരികയാണ്. ഓടി വന്ന് അകത്ത് വന്ന് അരവിന്ദനെ കാണുമ്പോൾ തന്നെ അയ്യോ എൻ്റെ അരവിന്ദേട്ടാന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദൻ്റെ അടുത്ത് വന്ന് നെഞ്ചത്തടിച്ച് കരയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ അമ്മയെ പറ്റിയത്, അരവിന്ദേട്ടന് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. പക്ഷേ മുത്തശ്ശിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ആ നേരത്ത് കാവേരി പറയാണ്, ഗംഗേച്ചിയുടെ നിശ്ചയത്തിൻ്റെ സന്തോഷത്തിൽ ഇന്നലെ ഉറങ്ങാൻ കിടന്നതാണ്, പക്ഷേ ഇന്ന് രാവിലെ വിളിച്ചിട്ട് എണീച്ചില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ സുജാതയാണെങ്കിൽ നെഞ്ചത്തടിച്ചിട്ട് അയ്യോ എൻ്റെ അരവിന്ദേട്ടന് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് തലയിലൊക്കെ അടിച്ച് കരയാണേ.